ഹലോ ഗൈസ്, അപ്പോൾ യസ്കുട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ് ഗൈസ്. അതെ, മൈൻക്രാഫ്റ്റ് തന്നെ നമ്മൾ തമിഴിൽ കൊണ്ടുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ തറവാടെന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഗൈസ്. നമ്മുടെ ബാക്കിൽ കാണുന്ന തന്നെയായിട്ടോ തറവാട് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒട്ടും വെച്ച് താമസിക്കുള്ള നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നല്ല മഴക്കാറുണ്ട് ഗൈസ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ഇട്ട് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും വീടിനകത്തായിട്ട് കയറാം ഗൈസ്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഹോഴ്സ് ഷെഡാണ് കേട്ടോ ഗൈസ്. കുറച്ച് അപ്പുറത്ത് കാണുന്നത് ഞങ്ങളുടെ പാർക്കാണ്. അത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കുറച്ച് ബുഷസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോർ അവിടെയുണ്ട്, അവിടെ കുതിരേനെ കെട്ടാറുള്ള സംഭവമുണ്ട്. ഓക്കെ, വാതിലടച്ചേക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ഗൈസ് നിങ്ങളുടെ ബെഡ്. ഒറ്റ ബെഡേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇങ്ങോട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞ പാർക്കുകൾ. ഓക്കെ, പാർക്കിനകത്ത് നമുക്കിപ്പോൾ ജസ്റ്റ് കുറച്ച് പാണ്ടാസൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഒരു കുളമുണ്ട്. ഓക്കെ, കുറേ ബാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ മീനിനെ ഇടാമെന്ന് നോക്കും, പിന്നെ വേണ്ടാന്ന് വെച്ചാൽ ഗൈസ് ചടങ്ങാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇടണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ പാണ്ടക്കുട്ടൻ കുറച്ച് അത്യാവശ്യം പാണ്ടകൾസ് ഉണ്ട് കേട്ടോ ഗൈസ്. 2-3 അവിടെ തലകുത്തി മറിയുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോന്നറിയില്ല. ഇവിടെ കുറച്ച് സാക്രാ ബിഷസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. രസമല്ലേ ഗൈസ്? ഓരോ എന്തെങ്കിലും കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ചുറ്റു ഗൈസ് നമുക്ക് എടുത്തിരിക്കണം. പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന റിസോഴ്സ് പാക്കിന് ജസ്റ്റ് റെൻഡറിങ് ഇഷ്യൂ ഉണ്ട് ഗൈസ്, പകുതി ക്ലിയർ അല്ല. ഓക്കെ, അടുത്ത അപ്ഡേഷനിൽ അവർ ശരിയാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടോ, ആടിൻ്റെ തലയൊന്നുമില്ല കേട്ടോ ഗൈസ്, പേടിയാണ്. ഓക്കെ, വേറൊരു പാണ്ട് അവിടെ ഒറ്റയ്ക്ക് നടത്തുന്നുണ്ട് ഗൈസ്, എന്താണെന്നറിയില്ല. ഓക്കെ, അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് ഫാമാണ് കേട്ടോ ഗൈസ്. ഇത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാകാൻ എടുക്കുന്നത്. ബാക്ക് സൈഡാണ് കേട്ടോ ഗൈസ്. ബാക്ക് സൈഡിൽ ഒരു സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, ഇനി അകത്തേട്ട് കയറാം. മഴയാണ്, നനഞ്ഞാൽ പനി വരും ഗൈസ്. ഓക്കെ, അകത്തേട്ട് കയറാം. ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ചോർത്തിയാണ് കേട്ടോ, നോക്കാം നമുക്ക് സെറ്റ് ചെയ്യാം. മഴ ഒട്ടും കുറഞ്ഞിട്ടില്ല ഗൈസ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തകർത്തിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വിട്ടിപ്പോൾ മഴയുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ സാക്ര ഏരിയയൊക്കെ മുറ്റത്തേക്ക് ചാടുന്നുണ്ട്, വീടിനകത്തേക്ക് ചാടുന്നുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ, ഈ സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേട്ടോ ഗൈസ്. കേട്ടോ ഗൈസ്, ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഒരു സീനറി തന്നെയാണ് കേട്ടോ ഗൈസ്. അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്വേറിയത്തിനകത്ത് നിങ്ങൾ മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നല്ല ചുവന്ന കളർ കാരണമുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയും വെള്ളം ചാടുന്നുണ്ട്, അവിടെ റൂഫ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അതുകൊണ്ടായിട്ട് വെള്ളം ചാടുന്നത്. നോക്കി നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അത് ഞങ്ങളുടെ കാണുന്ന പാലം കേട്ടോ ഗൈസ് കാണുന്നത്. ഓക്കെ, പോട്ടലൊക്കെ അവിടെ സെറ്റ് ചെയ്താണ് കാണിച്ചു തരാട്ടോ ഗൈസ്. അതിനകത്ത് പല സൈസ് മീനുണ്ട്, വരാറുണ്ട്, എല്ലാ ടൈപ്പ് മീനുണ്ട് കേട്ടോ ഗൈസ്. 64 കയറാട്ടോ ഗൈസ്. ഈ നമ്മുടെ അസുവിൻ്റെ വ്യൂ ആട്ടോ ഗൈസ്. അത് പണി നടക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ ബിൽഡിങ് വരാനുള്ളത്, അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു തരാട്ടോ ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ മേൽഭാഗം ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ ബക്കറ്റിന് മീൻ പിടിക്കുന്നത് വന്നിരുന്നത് കേട്ടോ ഗൈസ്. കുറേ മീനൊക്കെ അതേ മേലെ കയറിയിട്ടുണ്ട്, എന്താ പ്രാവെന്നറിയില്ല. ഓക്കെ, നമ്മളൊരു ബാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലിലോട്ട് പോകട്ടെ ഗൈസ്. റീല് വെച്ചിട്ടുണ്ട്. മേലിലോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വീട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ല വ്യൂ ആട്ടോ ഗൈസ്. മേലിൽ നോക്കുമ്പോൾ റെൻഡർ ഡിസ്റ്റൻസ് കിട്ടുമെന്നറിയില്ല, ജസ്റ്റ് നമുക്ക് എന്നാലും നോക്കാം ഗൈസ്. ഒരു മേലിലെത്തട്ടോ ഗൈസ്. ഇതാട്ടോ നമ്മുടെ പിങ്ക് വീട്. ഇവിടെ 2 ബെഡ്റൂമുണ്ട്. അതുകൊണ്ട് ഞാൻ സീനറി കാണിച്ചിട്ടുണ്ട് ഗൈസ്. വീട് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് സ്റ്റെപ്പായില്ല നോക്കി. ഇവിടെ നോക്കി 600 ഡിസ്റ്റൻസ് കുറവാട്ടോ ഗൈസ്. 600 ഡിസ്റ്റൻസ് കുറവായിരുന്നാണ് ബാക്കി കാണാൻ പറ്റാത്തത്.
നല്ല ക്ലിയറായിട്ട് ഗൈസ് നല്ല മഴ പോകുന്നുണ്ടെന്ന്. ഓക്കെ, നല്ല മഴ ചേർന്ന് തുള്ളിത്തുള്ളിയായിട്ട് ചാടുന്ന കാണാം ഗൈസ്. ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ മൊത്തം കാണാൻ പറ്റുന്ന ഗൈസ് റെൻഡർ ഡിസ്റ്റൻസിൻ്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു. ചങ്കിനോടാവാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അത്ര സ്പെക്ക് ചെയ്താത്ത പി സി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റെൻഡർ ഡിസ്റ്റൻസ് നമുക്ക് ഒരു പരിധി കൂടുതലാകാനും പറ്റില്ല. ഓക്കെ, സോ എൻ്റെ സൂര്യൻ അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ടൈം രാത്രി ആവാറാകുമെന്ന് തോന്നുന്നു. അതാണ് ഗൈസ് ഞങ്ങളുടെ ഒറ്റ ബെഡ്റൂം എന്നത്. അപ്പുറത്തെ സ്റ്റോറേജ് ഡിവിഷനാണ്. അവിടെ ഒരു ചെസ്റ്റ് ബോക്സ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റോസ് ബെഡായിട്ടാണ് ടീം മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ അപ്പുറത്ത് പിള്ളേരൊക്കെ ചെല്ലാം. ഗൈസ് ഞങ്ങളുടെ ഒരു മേലെന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അകത്തേക്ക് തന്നെ ചെല്ലാം. ഓക്കെ, താഴെ വന്നിട്ട് ഗൈസ് നമുക്ക് എന്തായാലും താഴത്തേക്ക് പോവാം. മഴ കുറഞ്ഞു എന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് മഴ നോക്കിയിട്ട് പോകാം. ഗൈസ് മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്. ഓക്കെ, മഴ ഇതുവരെ ഇപ്പോൾ കുറഞ്ഞിട്ടില്ല. എന്തായാലും മഴ നല്ല ശക്തമായിട്ട് പെയ്യുന്നുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് മഴ നല്ല ശക്തമായി തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി ജസ്റ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. മഴ ഇവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട് ഗൈസ്. നമ്മുടെ സാക്കുറ അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന സാക്കുറ ട്രീസിൽ നിറഞ്ഞിറങ്ങിയിട്ട് ഗൈസ് നല്ല അനിമേഷൻ ഗൈസ്. ഓക്കെ, സാക്കുറ ട്രീനൊക്കെ അത്യാവശ്യം നല്ല അനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോഴും നല്ല മഴയുണ്ട് ഗൈസ്. സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, ഫുൾ ആർമറായിരുന്നു കേട്ടോ ഗൈസ്. ഡയമണ്ട് ആർമർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൈനിങ്ങിന് പോയി കുറച്ച് ഫോട്ടോസ് ചെയ്ത് ഡയമണ്ട് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുണ്ടാക്കിയ ആർമറാണ് കഴിച്ചത്. കണ്ടിട്ട് രാത്രിയായ ഫീലുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഉറങ്ങിയേക്കാട്ടോ ഗൈസ്. ഇന്നെന്താ സൗണ്ട് തുറന്ന് ബഗ്ഗാന്ന് തോന്നിട്ടു ഗൈസ്. നമുക്കിപ്പോൾ എന്തായാലും ഉറങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ് കേട്ടോ ഗൈസ്. കുറച്ച് നല്ല ഇരുട്ടാണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കിടന്ന് ഉറങ്ങാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നേരം എടുത്തു കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഉദയമൊന്നും കാണാൻ പറ്റില്ല. നോക്കട്ടെ, സൂര്യൻ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. കുഴപ്പമില്ല, സൂര്യൻ പൊങ്ങി വന്നതുള്ളൂ. ജസ്റ്റ് പതുക്കെ അങ്ങനത്തെ വെള്ളമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വെള്ളം തെറിക്കില്ലാട്ടോ ഗൈസ്. ചാടി ഇട്ടൊന്നും കാര്യമില്ലെന്ന് തോന്നുന്നു. വെള്ളം തെറിക്കുന്നില്ലാട്ടോ ഗൈസ്. സൂര്യൻ പതുക്കെ വരുന്നുണ്ട്. സൂര്യൻ പതുക്കെ പൊങ്ങി വരട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ജസ്റ്റ് ബോട്ടിലിൻ്റെ വിടം വരെ കൊണ്ടുവരാം. ഇത് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലമായിട്ട് ഗൈസ് ഈ ബ്രിഡ്ജ്. ഈ ബുഷ് കളക്ട് ചെയ്യാൻ അത്യാവശ്യം പാടുപെട്ടു. ഈ കളർ തന്നെ വേണമല്ലോ. കുറച്ച് പാടുപെട്ടുണ്ടാക്കിയതായിട്ട് ഗൈസ് ആ ബ്രിഡ്ജ്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴൊരു ഹൗസിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് സൈഡ് അങ്ങ് അപ്പുറം ഞങ്ങളൊരു ഷുഗർ കീൻ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് അവിടെ പച്ച കാണുമ്പോൾ നട്ടു വെച്ചിരുന്നായിട്ട് ഗൈസ്. നമുക്ക് ഇപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് പോകുന്നില്ല. നമുക്ക് അടുത്ത ദിവസം നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാട്ടോ ഗൈസ്. ഓക്കെ, എൻ്റെ ഗൈസ് ഈ റിസോഴ്സ് പാക്കിൻ്റെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നമ്മൾ ശക്തി കൂടിയല്ലേ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കഴിച്ചത്. നമുക്ക് എന്താ പറയുക, റെഡ് പൂന്നൊക്കെ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ടാണ്. പോപ്പിപ്പൂന്ന് മറ്റേ അയൻകോളത്തിൻ്റെ മേത്തൊക്കെ ഗൈസ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരം വീടിൻ്റെ അടുത്തായിട്ട് പോവാം. ഇപ്പോൾ ആകാശം തെളിഞ്ഞു. മഴ പോയിട്ട് ഗൈസ്. രാവിലെ എപ്പോഴും മഴ പോയി. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്. മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എല്ലാം തോന്നുന്നു. അതൊരു ഓറഞ്ച് പഴം ഉണ്ടാവും കേട്ടോ ഗൈസ്. അതിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞു ഗൈസ്. ജസ്റ്റ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. നമുക്ക് ഈ അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ടിൽ ദെൻ സൈനിങ് ഔട്ട്. ടാറ്റാ.